Hi friends, it's me Glenn Francis. അപ്പോൾ നമ്മൾ ഇന്ന് അൺബോക്സ് ചെയ്ത് റിവ്യൂ ചെയ്യാൻ പോകുന്നത് ആമസോൺ ബേസിസിൻ്റെ ഈ ട്രൈപോഡാണ്. നിങ്ങൾ ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ താഴെ കാണുന്ന സബ്സ്ക്രൈബ് ബട്ടൺ ക്ലിക്ക് ചെയ്യൂ. കൂടാതെ തന്നെ ഈ ചാനൽ വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോൾ തന്നെ നോട്ടിഫിക്കേഷൻ ലഭിക്കാനായി ബെൽ ബട്ടൺ കൂടി ക്ലിക്ക് ചെയ്യൂ. അപ്പോൾ നമുക്ക് ആമസോൺ ബേസിസിൻ്റെ ബോക്സിനകത്ത് തന്നെയാണ് ഇത് ലഭിക്കുന്നത്. അപ്പോൾ 60 ഇഞ്ച് ട്രൈപോഡാണിത്. ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ നമുക്ക് ആദ്യം തന്നെ ഇത് അൺബോക്സ് ചെയ്യാം. ഓക്കെ, ഇത് പർച്ചേസ് ചെയ്യാൻ ലിങ്ക് ഡിസ്ക്രിപ്ഷനിലുണ്ട്. നിങ്ങൾക്ക് ആമസോണിൽ നിന്നും ഇത് പർച്ചേസ് ചെയ്യാവുന്നതാണ്. ഓപ്പൺ ചെയ്ത് കഴിയുമ്പോൾ നമുക്കൊരു ക്യാരി കേസിനകത്താണ് ഈ ട്രൈപോഡ് ലഭിക്കുന്നത്. അപ്പോൾ നല്ലൊരു ക്വാളിറ്റിയുള്ള ക്യാരി കേസ് തന്നെയാണ്. അപ്പോൾ നമുക്കിത് ഓപ്പൺ ചെയ്ത് ട്രൈപോഡ് എടുക്കാം. ഇപ്പോൾ ഇതാണ് ആമസോൺ ബേസിസിൻ്റെ ട്രൈപോഡ്. നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നുണ്ട്, നല്ല ക്വാളിറ്റിയുള്ള ട്രൈപോഡാണിത്. അപ്പോൾ നമുക്കിതിൻ്റെ ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ ഒന്ന് നോക്കാം. ട്രൈപോഡിൻ്റെ ഇവിടെ നമുക്കൊരു ഹാൻഡിൽ ലഭിക്കുന്നുണ്ട്. അപ്പോൾ ഇത് ക്യാരി ചെയ്യാനും എല്ലാം ഈസിയാണ്. സ്മാർട്ട് ഫോണും DSLR ക്യാമറയും ഈ ട്രൈപോഡ് സപ്പോർട്ട് ചെയ്യുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് എത്ര വെയിറ്റുള്ള DSLR ക്യാമറയും ഈ ട്രൈപോഡിൽ വെച്ച് ഷൂട്ട് ചെയ്യാൻ സാധിക്കുന്നതാണ്. ഈ ലോക്ക് മാറ്റി കഴിയുമ്പോൾ നമുക്ക് ഇതായത് ഇങ്ങനെ ട്രൈപോഡ് സ്മൂത്തായിട്ട് റൊട്ടേറ്റ് ചെയ്യാൻ സാധിക്കും. അതുപോലെ തന്നെ ഈ ലോക്ക് മാറ്റി കഴിയുമ്പോൾ നമുക്കിതിങ്ങനെ ടിൽറ്റ് ചെയ്യാനും നല്ല സ്മൂത്തായിട്ട് സാധിക്കുന്നതാണ്. പോർട്രേറ്റ് മോഡിലും ഈ ട്രൈപോഡ് യൂസ് ചെയ്യാവുന്നതാണ്. ഇതിവിടെ ടൈറ്റ് ചെയ്ത് വെച്ച് കഴിയുമ്പോൾ ഇത് പോർട്രേറ്റ് മോഡിൽ നമുക്ക് ഫോൺ വെച്ച് ഷൂട്ട് ചെയ്യാൻ സാധിക്കും. ഇനി നിങ്ങൾക്ക് ഈ സൈഡിൽ കാണാവുന്ന ഈ ലോക്ക് ഇതിങ്ങനെ ജസ്റ്റ് റൊട്ടേറ്റ് ചെയ്യുമ്പോൾ നമ്മുടെ ട്രൈപോഡിൻ്റെ ഹൈറ്റ് കൂടും. അത് കഴിഞ്ഞ് നമുക്കിതിങ്ങനെ ഇവിടെ ലോക്ക് ചെയ്ത് വെക്കാനും സാധിക്കും. ഇതിൽ ടൈറ്റാക്കി വെച്ച് കഴിഞ്ഞാൽ പിന്നെ ഇത് റൊട്ടേറ്റ് ആവില്ല. ഈ ലോക്ക് ലൂസായി കൊടുത്തു കഴിയുമ്പോഴാണ് നമുക്കിത് താത്താൻ സാധിക്കുന്നത്. ഇപ്പോൾ ഈ കാണുന്നതാണ് ഇതിൻ്റെയൊക്കെ ഫീച്ചേഴ്സ്. അപ്പോൾ നമുക്കിതുപോലെ ഹൈറ്റ് കൂട്ടാനും കുറയ്ക്കാനും എല്ലാം സാധിക്കും. ഇനി നമുക്ക് 1000 രൂപയിൽ താഴെയുള്ള ട്രൈപോഡുമായി ഒന്ന് കമ്പയർ ചെയ്ത് നോക്കാം. അപ്പോൾ നിങ്ങൾക്കിവിടെ കാണാൻ സാധിക്കുന്നുണ്ട്, ഈ സൈഡിൽ ഇരിക്കുന്നതാണ് 1000 രൂപയിൽ താഴെയുള്ള ട്രൈപോഡും ഇതാണ് നമ്മുടെ ആമസോൺ ബേസിസിൻ്റെ ട്രൈപോഡും. ഇത് രണ്ട് ട്രൈപോഡിൻ്റെയും ഫുൾ ഹൈറ്റാണ് നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നത്. രണ്ടും തമ്മിൽ നല്ല വ്യത്യാസമുണ്ട്. കൂടാതെ തന്നെ ഇതിൻ്റെ ക്വാളിറ്റി നോക്കുകയാണെങ്കിൽ 1000 രൂപയിൽ താഴെയുള്ള ഈ ട്രൈപോഡ് DSLR ക്യാമറയെ സപ്പോർട്ട് ചെയ്യില്ല. പിന്നെ ഫുൾ ഹൈറ്റിൽ മൊബൈൽ ഫോൺ പോലും ഈ 1000 രൂപയിൽ താഴെയുള്ള ട്രൈപോഡ് സപ്പോർട്ട് ചെയ്യില്ല. അത്രയും ക്വാളിറ്റി കുറവാണ് ഈ ട്രൈപോഡിന്. ഇപ്പോൾ നിങ്ങൾ സ്മാർട്ട് ഫോണാണോ ഉപയോഗിക്കുന്നത്, പിന്നെ ഒരു DSLR ക്യാമറ ഉപയോഗിക്കുന്ന സമയത്ത് വേറെ ട്രൈപോഡ് വാങ്ങിക്കേണ്ട ആവശ്യമില്ല. ഈ ട്രൈപോഡ് തന്നെ നിങ്ങൾക്ക് യൂസ് ചെയ്യാവുന്നതാണ്. അതേസമയം 1000 രൂപയിൽ താഴെയുള്ള ട്രൈപോഡ് നിങ്ങൾ വാങ്ങിക്കുകയാണെങ്കിൽ പിന്നെ നിങ്ങളൊരു DSLR ക്യാമറ എടുക്കുന്ന സമയത്ത് നിങ്ങൾക്ക് വേറൊരു ട്രൈപോഡ് വാങ്ങിക്കേണ്ടതായിട്ട് വരും. സോ അപ്പോൾ ഈ ട്രൈപോഡ് എല്ലാ യൂട്യൂബേഴ്സും ഞാൻ റെക്കമെൻഡ് ചെയ്യുന്നു. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്രദമായെങ്കിൽ താഴെ കാണുന്ന ലൈക്ക് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. കൂടാതെ തന്നെ ഫ്രണ്ട്സിനൊക്കെ ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ നിങ്ങൾ ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ താഴെ കാണുന്ന സബ്സ്ക്രൈബ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. കൂടാതെ തന്നെ ഈ ചാനൽ വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കാനായി ആ ബെൽ ബട്ടൺ കൂടി ഒന്ന് എനേബിൾ ചെയ്യുക. അപ്പോൾ ഇതിലും നല്ലൊരു വീഡിയോ നമുക്ക് അടുത്ത കാണാം. This is Glenn Francis signing off.